നമ്മുടെ മുമ്പിലുള്ള ഇപ്പൊ ഈ ബ്ലോക്ക് ഡയഗ്രാം അല്ലെങ്കിൽ ഈ ഒരു ഡയഗ്രാം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കൂളിലും അതുപോലെ തന്നെ പരിപാടികളൊക്കെ നടക്കുമ്പോൾ എവിടെയാണ് അവിടെയൊക്കെ വെക്കുന്ന ആംപ്ലിഫയിങ് സിസ്റ്റം, PA സിസ്റ്റം എന്ന് പറയും, പബ്ലിക് അഡ്രസ് സിസ്റ്റം. അതിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം ആണ് ആദ്യം വരച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മുടെ സാധാരണ ചെറിയ ഒരു സ്ഥലങ്ങളിൽ സ്കൂളിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ആംപ്ലിഫയറും മൈക്കും അതിന്റെ സ്പീക്കേഴ്സാണ് പിന്നെയായിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതൊക്കെ കാണിക്കാനും ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ സംബന്ധിച്ചാണ് നമുക്ക് ഈ അടുത്ത ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. മെയിനായിട്ട് നമ്മൾ ട്രാൻസിസ്റ്ററിനെ കുറിച്ചാണ് പഠിച്ചു വരുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ കാണിക്കുന്നത്. അപ്പൊ ഒരു PA സിസ്റ്റത്തിൽ 3 ഘടകങ്ങളുണ്ട്. മൈക്രോഫോൺ ഉണ്ട്, ആംപ്ലിഫയർ ഉണ്ട്, ലൗഡ് സ്പീക്കർ ഉണ്ട്. അപ്പൊ അതില് മൈക്രോഫോൺ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്രോഫോൺ നമ്മളുടെ സൗണ്ട് വേവ്സിന് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സൗണ്ട് വേവ്സ് വളരെ വീക്ക് സിഗ്നൽസ് ആണ്, അതിന്റെ ലെവല് ബൂസ്റ്റ് ചെയ്ത് അതിനെ കുറച്ചും കൂടി ദൂരം സഞ്ചരിക്കാനായിട്ട് പ്രാപ്തമാക്കുന്നു. ലൗഡ് സ്പീക്കർ ചെയ്യുന്നത് ഈ ബൂസ്റ്റ് ചെയ്ത് വരുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ വീണ്ടും നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന ഓഡിയബിൾ ഫ്രീക്വൻസി ആക്കി റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഉള്ളത്. അപ്പൊ അതൊക്കെ തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ അതില് ഓരോന്നും എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നെ അതുപോലെ ഇതിൽ വേറൊരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസുണ്ട്, ആംപ്ലിഫിക്കേഷൻ. ആംപ്ലിഫയറിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സാണ് ആംപ്ലിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അപ്പൊ വീക്ക് സിഗ്നൽസിന് സ്ട്രോങ് സിഗ്നൽ ആക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ട്രാൻസിസ്റ്റർ. ഓക്കെ, അപ്പൊ ഈ ട്രാൻസിസ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീപ്പായിട്ട് പഠിക്കാൻ പോകുന്നത്. ഇനി ഇതാണ് ട്രാൻസിസ്റ്റർ, ലെഫ്റ്റ് സൈഡിൽ പിക്ചർ കാണുന്നത്. ഇത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. ഇതിപ്പോ നമ്മൾ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്നൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു സംഗതിയാണ്. ഇതിന്റെ കണ്ടുപിടുത്തത്തോടുകൂടി കുറെ മാറ്റങ്ങൾ നമ്മൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഇതൊക്കെ ഏകദേശം ഇവ കണ്ടുപിടുത്തങ്ങളൊക്കെ നടക്കുന്നത് 2-ാം ലോക മഹായുദ്ധത്തിന് കഴിഞ്ഞിട്ടും അതിന്റെ ഇടയിലും ഒക്കെയാണ് കൂടുതലായിട്ട് കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത് 1947-ലാണ്. അപ്പൊ 2-ാം ലോക മഹായുദ്ധം കഴിഞ്ഞു. ഓക്കെ, 3 സയന്റിസ്റ്റുകളാണ് അവർ പിന്നിൽ പ്രവർത്തിച്ചത്. അവർക്ക് ഫിസിക്സിന്റെ നോബൽ പ്രൈസും അവാർഡ് ചെയ്തിട്ടുണ്ട്. ആ 3 സയന്റിസ്റ്റുകളുടെ പേരുകൾ ജോൺ ബാർഡെയിൻ, വാൾട്ടർ ബ്രാട്ടൈൻ, വില്യം ഷോക്ലി. അങ്ങനെ 3 സയന്റിസ്റ്റുകാരാണ് ഈ ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചതിന് ഉള്ള നോബൽ പ്രൈസ് കരസ്ഥമാക്കിയിട്ടുള്ളത്, അതും ഫിസിക്സിലാണ്. ഇനി ഈ ട്രാൻസിസ്റ്റേഴ്സ് മെയിനായിട്ട് 2 ടൈപ്പിലുണ്ട്. ആ 2 ടൈപ്പാണ് നമ്മൾ താഴെ എഴുതിയിട്ടുള്ളത്. ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് BJT, യൂണിപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് UJT. ഇങ്ങനെ 2 ടൈപ്പിലോട്ട്. ഇനി ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ഉള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പൊ അതിന്റെ ഒരു സ്ട്രക്ചർ, ഒരു ബേസിക് സ്ട്രക്ചർ വരച്ചിട്ടുണ്ട്. അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു BJT അല്ലെങ്കിൽ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഒരു 3 ലെയർ 2 ജംഗ്ഷൻ 3 ടെർമിനൽ ഡിവൈസസ് ആണ്. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു BJT എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ ട്രാൻസിസ്റ്റർ കൺസിസ്റ്റ് ഓഫ് 2 PN junctions formed by sandwiching either P-type or N-type semiconductor between a pair of opposite types. അതായത് എപ്പോഴും ഇങ്ങനത്തെ BJT ട്രാൻസിസ്റ്റർ ഉണ്ടാക്കുമ്പോൾ ആ ഒരു വായിച്ചൊരു വാചകത്തിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും 2 അറ്റങ്ങളിലുള്ളത്, അതായത് നമ്മൾ നോക്കുക ബേസിക് സ്ട്രക്ചറിൽ നോക്കുകയാണെങ്കിൽ ഒരു BJTയിൽ ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എമിറ്റർ, ബേസ്, കളക്ടർ, അങ്ങനെ 3 ഭാഗങ്ങളാണ് ഉള്ളത്. ഇത് 2 അറ്റങ്ങളിലുള്ള എമിറ്ററും കളക്ടറും എപ്പോഴും ഒരേ ടൈപ്പ് മെറ്റീരിയലായിരിക്കും, ബേസ് മാത്രം ഡിഫറെന്റ് മെറ്റീരിയലായിരിക്കും. അപ്പൊ അങ്ങനെയാണ് അത് ഉണ്ടാക്കുക. ഓക്കെ, അപ്പൊ BJT എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് 3 ടെർമിനൽസ് ഉണ്ടാവും. ആ 3 ടെർമിനൽസിന്റെ പേരാണ് എമിറ്റർ, ബേസ് ആൻഡ് കളക്ടർ. അതിന് 3 ഭാഗങ്ങളുണ്ട്.
ഓക്കെ, അതും എമിറ്റർ ബേസ് കളക്ടർ തന്നെ. പിന്നെ ഇതിന് ഉള്ളിൽ 2 ജംഗ്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, എമിറ്ററും ബേസിനും ഇടയ്ക്കുള്ള ഒരു ജംഗ്ഷൻ, കളക്ടറും ബേസിനും ഇടയ്ക്കുള്ള രണ്ടാമത്തെ ജംഗ്ഷൻ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതിനെ 3 ലെയർ ഡിവൈസ് എന്ന് പറയാം വേണമെങ്കിൽ. അതെന്തുകൊണ്ടാണ് 3 ലെയർ ഡിവൈസ് എന്ന് പറയുന്നത്? എമിറ്റർ ഒരു ടൈപ്പ് മെറ്റീരിയൽ, ബേസ് അനദർ ടൈപ്പ് മെറ്റീരിയൽ, കളക്ടർ അനദർ ടൈപ്പ് മെറ്റീരിയൽ. അതായത് നമ്മുടെ ഡയോഡിന്റെ കേസ് നമ്മൾ എടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ലെയർ സിംഗിൾ ജംഗ്ഷൻ 2 ടെർമിനൽ ഡിവൈസ് ആണ് ഡയോഡ് എന്ന് പറഞ്ഞാൽ. ഡയോഡിന്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ 2 ലെയർ, ഒരു പി ടൈപ്പ് എൻ ടൈപ്പും മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനാണ് 2 ലെയർ എന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, ഒരു ജംഗ്ഷനേ ഉള്ളൂ, ആ പിയും എന്നും കൂടി ചേർന്നുണ്ട്. പിന്നെ അവിടെ ആണെങ്കിലോ 2 ടെർമിനൽ, ആനോഡും കാഥോഡും. പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ 3 ലെയറും 2 ജംഗ്ഷനും 3 ടെർമിനലുള്ള ഡിവൈസാണ് BJT. ഈ BJTയിൽ ആദ്യത്തെ ടെർമിനൽ ഭാഗത്തിന് നമ്മൾ എമിറ്റർ എന്നാണ് പറയാ. ഈ എമിറ്റർ എന്നുള്ളതിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ എമിറ്ററിന്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് താഴെ എഴുതിയിരിക്കുന്നത്. ഒന്ന്, എമിറ്ററിന്റെ സൈസ്, അതിന്റെ വലിപ്പം എന്ന് പറയുന്നത് ബേസിനും കളക്ടറിനും ഇടയിലായിരിക്കും. പിന്നെ എമിറ്റർ എപ്പോഴും ഹെവിലി ഡോപ്ഡ് ആയിരിക്കും. ഓക്കെ, ഹെവിലി ഡോപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഈ ട്രാൻസിസ്റ്റർ ഉണ്ടാക്കുമ്പോൾ ഈ സ്ട്രക്ചർ മൊത്തം ഒന്നുമില്ലെങ്കിൽ സിലിക്കണിന്റെ ഒരു കഷ്ണം എടുക്കും, അല്ലെങ്കിൽ ജെർമേനിയത്തിന്റെ ഒരു കഷ്ണം എടുക്കും. എന്നിട്ട് അതിന്റെ ഒരു പർട്ടിക്കുലർ സൈസ് 3 കഷ്ണങ്ങളാക്കി അതിന് വിഭജിച്ച് അതിൽ ഒരു ഭാഗത്ത് നമ്മൾ ഹെവി ഡോപ്പിംഗ് കൊടുക്കും. ആ ഹെവി ഡോപ്പിംഗ് കൊടുക്കുന്ന സൈഡാണ് എമിറ്റർ സൈഡ്. ഇനി എമിറ്ററിന്റെ ജോബ് എന്താണ്? അതിന്റെ മെയിൻ റോൾ എന്താണ്? ഇതിൽ എമിറ്ററിന്റെ റോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെജോറിറ്റി കാരിയേഴ്സിനെ എമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ മെജോറിറ്റി കാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഹോൾ ആവാം, അല്ലെങ്കിൽ ഇലക്ട്രോൺ ആവാം. ഇതിലേത് വേണമെങ്കിലും ആവാം. അപ്പൊ മെജോറിറ്റി കാരിയേഴ്സിന് ബേസിലേക്ക് എമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എമിറ്ററിന്റെ റോൾ. അപ്പൊ എമിറ്ററിന്റെ 3 ഫംഗ്ഷൻസ്. എമിറ്ററിന്റെ സൈസ് ബേസിന് കളക്ടറിന് ഇടയ്ക്കായിരിക്കും. അതുപോലെ തന്നെ എമിറ്റർ ഹെവിലി ഡോപ്ഡ് ആയിരിക്കും. എമിറ്ററിൽ നിന്ന് മെജോറിറ്റി കാരിയേഴ്സിനെ ബേസിലോട്ട് എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി അടുത്തത് ബേസ്. ബേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബേസിന്റെ സൈസ് ഏറ്റവും സൈസ് കുറഞ്ഞതായിരിക്കും ബേസ് എന്ന് പറയുന്നത്. അത് ലൈറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും. പിന്നെ ബേസിലോട്ട് വരുന്ന ഭൂരിഭാഗം മെജോറിറ്റി കാരിയേഴ്സിനെ ബേസ് കടന്ന് അപ്പുറത്ത് കളക്ടർ സൈഡിലോട്ട് കടന്നു പോകുന്നതായിരിക്കും. ഇനി കളക്ടറിന്റെ ഫംഗ്ഷൻ. കളക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ സൈസിലുള്ളത്, അതായത് ബേസിനെ കമ്പയർ ചെയ്താലും എമിറ്ററിനെ കമ്പയർ ചെയ്താലും ഏറ്റവും വലിയ സൈസിലുള്ള ആളായിരിക്കും കളക്ടർ. കളക്ടർ ഒരു മോഡറേറ്റ്ലി ഡോപ്ഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ എമിറ്റർ ഹെവി ഡോപ്പിംഗ് ആണെന്ന് പറഞ്ഞു, ബേസ് ലൈറ്റ്ലി ഡോപ്പ് ആണെന്ന് പറഞ്ഞു. അതിന്റെ മധ്യത്തിൽ നിൽക്കുന്ന ഡോപ്പിങ്ങിനെയാണ് നമ്മൾ മോഡറേറ്റ്ലി ഡോപ്ഡ് എന്ന് പറഞ്ഞത്. ഇനി കളക്ടറിന്റെ ജോബ് എന്താ? ഈ മെജോറിറ്റി കാരിയേഴ്സിനെ കളക്ട് ചെയ്യുക. മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഹോൾ ആവാം, അല്ലെങ്കിൽ ഇലക്ട്രോൺ ആവാം. പിന്നെ BJTക്ക് ഞാൻ പറഞ്ഞു 3 ടെർമിനൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ടെർമിനൽസിന്റെ പേരുകളാണ് എമിറ്റർ, ബേസ് ആൻഡ് കളക്ടർ. അതുപോലെ BJTയിലുള്ള 2 ജംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ആ 2 ജംഗ്ഷനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഒന്നില്ലെങ്കിൽ എമിറ്ററും ബേസിനും ഇടയ്ക്കുള്ള ജംഗ്ഷൻ, അതിന് എമിറ്റർ ജംഗ്ഷൻ എന്ന് പറയും, JE എന്ന് നമ്മൾ എഴുതും. കളക്ടറിനും ബേസിനും ഇടയ്ക്കുള്ള ജംഗ്ഷൻ ഉണ്ട്, അതിന് കളക്ടർ ജംഗ്ഷൻ എന്ന് പറയും, അതിന് നമ്മൾ JC എന്ന് നമ്മൾ എഴുതും. ഇത്രയാണ് അതിന്റെ ബേസിക് സ്ട്രക്ചറിൽ നോക്കാനുള്ളത്. അതെല്ലാ BJTകൾക്കും ഇത്തരം കാര്യങ്ങൾ സെയിം ആയിരിക്കും. ഇനി BJT 2 ടൈപ്പിലോട്ട് തിരിയുന്നു. ഒന്ന് PNPയും രണ്ടാമത്തെ NPNും. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ NPN എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ള ഫിഗർ താഴെ വരച്ചിട്ടുണ്ട്, PNPയുടെ ഫിഗറും വരച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എമിറ്ററും കളക്ടറും രണ്ടിലും ഒരേ ടൈപ്പ് മെറ്റീരിയൽ, ബേസ് മാത്രം ഡിഫറെന്റ്. NPNന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ എമിറ്ററും കളക്ടറും N ടൈപ്പ്, ബേസ് P ടൈപ്പ്. ഇനി PNPയുടെ കേസിൽ എടുക്കുകയാണെങ്കിലോ എമിറ്ററും കളക്ടറും P ടൈപ്പ്, ബേസ് N ടൈപ്പ്. അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതാണ് NPNും PNPയും BJTയിലെ 2 ഡിഫറെന്റ് ടൈപ്പുകൾ. ഇനി ഇവരുടെ സിമ്പൽ, പ്രതീകങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ് ഒരു സൈഡിൽ വരച്ചിട്ടുള്ളത്, ലെഫ്റ്റ് സൈഡിൽ വരച്ചിട്ടുള്ളത്. അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ PNP ട്രാൻസിസ്റ്ററിന്റെ സിമ്പിൾ വരച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ NPNന്റെ സിമ്പിളും വരച്ചിട്ടുണ്ട്. ഈ സിമ്പിളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആരോ മാർക്ക് കിടക്കുക എമിറ്ററിലായിരിക്കും. കാരണം എന്താ? എമിറ്ററിൽ നിന്നാണ് എപ്പോഴും ഇഞ്ചക്ഷൻ ഉണ്ടാവുക.
അതായത് എമിറ്റർ ആണല്ലോ എമിറ്റ് ചെയ്യുന്ന ആള്. ആ ഒരു രീതിക്കാണ് ഇവരിവിടെ ഏരോ മാർക്ക് എപ്പോഴും എമിറ്ററിൽ കൊടുക്കുന്നത്. പിന്നെ ഏരോ മാർക്ക് സൂചിപ്പിക്കുന്നത് ഡയോഡിലാണെങ്കിൽ ഏരോ മാർക്ക് സൂചിപ്പിച്ചത് എന്തായിരിക്കും? നമ്മള് പിയിൽ നിന്ന് എന്നിലോട്ട് ഒഴുകുന്ന കറണ്ട്, അതായത് കൺവെൻഷണൽ കറണ്ട് എന്ന് പറയും നമ്മൾ. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഒഴുകുന്ന കറണ്ട്, അതിനെയാണ് നമ്മൾ ഏരോ മാർക്ക് വഴി സൂചിപ്പിക്കുന്നത്. ഏരോ മാർക്ക് എപ്പോഴും ഇടേണ്ട സ്ഥലം എമിറ്റർ. ഓക്കെ, അപ്പോ അത് പ്രകാരമുള്ള സിമ്പിളാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഇനി നമ്മൾ റൈറ്റ് സൈഡിൽ കാണിക്കുന്നത് PNPയുടെ ഡയോഡ് മോഡലും NPNന്റെ ഡയോഡ് മോഡലും. അതായത് ഒരു PNP ട്രാൻസിസ്റ്റർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അതിൽ എമിറ്ററും കളക്ടറും ഒരുപോലെ, ബേസ് മാത്രം ഡിഫറെന്റ്. അങ്ങനെയാണ് പറഞ്ഞത്. ആ ബേസിനെ നമ്മൾ രണ്ടായി മുറിക്കുന്നു. മുറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2 ഡയോഡ് കിട്ടും. ആ 2 ഡയോഡാണ് ഇവിടെ താഴെ വരച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഒരു പിയും എന്നും കൂടി ചേരുമ്പോൾ ഒരു ഡയോഡ് ആനോഡും കാഥോഡായി. അടുത്ത പിയും എന്നും കൂടി ചേരുമ്പോൾ അടുത്ത ഡയോഡ് ആനോഡും കാഥോഡായി. ഇനി ഈ 2 എന്നുകളും തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടുന്നത് എന്താണ്? PNP ആണ്. അപ്പൊ അതുപോലെ തന്നെ 2 ഡയോഡിന്റെയും കാഥോഡ് തമ്മിൽ ജോയിൻ ചെയ്ത് അവിടെ നിന്ന് പുറത്തേക്ക് ഒരു കണക്ഷൻ എടുത്തു. ഇതുപോലെ തന്നെ NPNന്റെ കേസിലും ഒരു ഡയോഡ് മോഡൽ വരച്ചിരിക്കുന്നു. അതായത് എങ്ങനെ വരച്ചിരിക്കുന്നത്? NPNന്റെ ബേസിനെ രണ്ടായി മുറിച്ചുകൊണ്ട് ആണ് നമ്മൾ ഡയോഡ് ഈക്വലന്റ് മോഡൽ വരയ്ക്കുന്നത്. ഈ മോഡൽ സൂചിപ്പിക്കുന്നത് എന്താണ്? ഈ NPN അല്ലെങ്കിൽ PNP ട്രാൻസിസ്റ്ററിനെ എങ്ങനെ ഡയോഡ് വെച്ചുണ്ടാക്കാം എന്നുള്ള ഒരു അവലോകനമാണ് ഈ മോഡൽ കൊണ്ട് രണ്ടും ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് വരച്ച് നമ്മൾ പഠിക്കാനുള്ളതാണ്. ഡയോഡ് ഈക്വലന്റ് മോഡൽസ് എന്ന് പറയും ഇതിനെ. അപ്പൊ ഇത് ഉണ്ടാക്കുന്നത് എപ്പോഴും ബേസിനെ രണ്ടായി പകുത്തുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുക. ബേസിന് രണ്ടായി പകുത്തുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളുടെ ബേസിക് സ്ട്രക്ചറിൽ എമിറ്ററും ബേസിന്റെ ഒരു ഭാഗം വരും, അതുപോലെ കളക്ടറും ബേസിന്റെ ഒരു ഭാഗം വരും. അങ്ങനെ അവർ രണ്ടും പേരും ചേരുമ്പോൾ 2 ടൈപ്പ് ഡയോഡുകളായി അവിടെ ഫോർമേഷൻ സംഭവിക്കും. അതാണ് ഈ ഒരു സ്ലൈഡിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്.